ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മരിയ ജോബിൻസാണ്. അപ്പോൾ ഇന്നത്തെ നമുക്ക് ചെറിയൊരു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പള്ളിയിൽ പ്രദക്ഷിണം വരുന്ന ദിവസമാണിന്ന്. അപ്പം നമ്മൾ പള്ളി പണിയായത് കാരണം നമ്മുടെ രൂപം വണ്ടിയിൽ കൊണ്ടുപോകുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ പ്രദേശത്തോട് കൊണ്ടുവരുന്നതേ ഉള്ളൂ. അല്ലാതെ പള്ളിയിൽ നിന്ന് റാസയായിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഭാഗത്തു കൂടെയാണ് പ്രദക്ഷിണം വരുന്നത് തന്നെ. അപ്പം നമ്മൾ അതിനായിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ രീതിയിൽ ഇവിടെ സ്വീകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ബ്യൂട്ടി പാർലറിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വയ്ക്കാമെന്ന് ഞാൻ വിചാരം കരുതി. അപ്പം നമ്മൾ ആ മെഴുകുതിരി കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വന്ന് നമ്മുടെ കടയുടെ ഫ്രണ്ടിലായിട്ടുള്ള മതിലിലൊക്കെ നമ്മൾ മെഴുകുതിരിയെല്ലാം കത്തിച്ച് വെച്ച് അന്നേരം പള്ളിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരമൊക്കെ പോയിട്ട് നമ്മുടെ ഈ ഭാഗത്തു കൂടെയാണ് ആശ്രമം പള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ സന്തോഷങ്ങളിൽ നിങ്ങളും പങ്കുചേരുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീണ്ടും പോയാലോ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ഈ ബ്യൂട്ടി പാർലറിൽ അപ്പം നമ്മൾ വൈകുന്നേരം ഇങ്ങനെ പ്രദക്ഷിണം വരുന്നത് കാരണമാണ് നമ്മളിവിടെ എല്ലാം മെഴുകുതിരിയെല്ലാം കത്തിച്ച് വയ്ക്കുന്നത് തന്നെ. ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷമാണ് കേട്ടോ. എന്താ വെച്ചാൽ പുണ്യവാളനെ നമ്മുടെ ഈ ദേശത്ത് കൂടി കൊണ്ടുവരുന്നത് തന്നെ നമുക്കൊരനുഗ്രഹമാണ് കേട്ടോ. അപ്പം നമുക്ക് നേർച്ചകാഴ്ചകളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സമയം കൂടിയൊക്കെയാണ്. അപ്പോൾ നാളെയാണ് പ്രധാന നമ്മുടെ പെരുന്നാൾ ദിവസം. അപ്പോൾ നാളെ വൈകുന്നേരമാണ് നമ്മുടെ പള്ളിയിൽ കുർബാനയൊക്കെ. അപ്പം ചെറിയൊരു പ്രദക്ഷിണം നമ്മുടെ പള്ളിക്ക് ചുറ്റും കാണും. അപ്പം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് രാവിലെ ആയിരുന്നു നമ്മുടെ പള്ളിയിലെ കുർബാനയൊക്കെ തന്നെ. വൈകിട്ട് പ്രദക്ഷിണമായിട്ട് മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഇത്തവണ നല്ലതുപോലെ തന്നെ നമ്മൾ മെഴുകുതിരി എല്ലാം കത്തിച്ച് വെച്ചു. ഇനി നമ്മൾ ഇപ്പം പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് കാരണം ആശ്രമം പള്ളി പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് ബാക്കി മെഴുകുതിരി മുകൾ ഭാഗങ്ങളിലെല്ലാം നമുക്ക് കത്തിച്ച് വെക്കാമെന്നാണ് നമ്മൾ കരുതുന്നത് തന്നെ. അപ്പോഴത്തേക്കും നമ്മൾ കത്തിച്ചുകൊണ്ട് പകുതിയായപ്പോഴത്തേക്കിന് നമ്മൾ പള്ളിയിൽ നിന്ന് വിശുദ്ധൻ്റെ രൂപമായിട്ട് എത്തിയിരുന്നു. വണ്ടിയിൽ അലങ്കരിച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അച്ഛനൊക്കെ നമുക്ക് വെള്ളമൊക്കെ തെളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അച്ഛനൊക്കെ പോകുന്നത് തന്നെ. അപ്പം നമ്മുടെ സാറാക്കുട്ടിയും കുഞ്ഞാൻ്റിയും അമ്മയും ബിസ്മി എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അവരെല്ലാം കൂടിയാണ് നമ്മൾ മെഴുകുതിരി എല്ലാം കത്തിച്ച് തന്നെ. സാറാക്കുട്ടി ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ചെറിയ വലിയ ലോകം എന്ന് പറയാം തന്നെ. നമ്മുടെ ഇതിന് മുകളിലായിട്ടാണ് ഇതാണ് നമ്മുടെ ബ്യൂട്ടി പാർലർ. ഇതിൻ്റെ വീഡിയോസൊന്നും നമുക്കിടാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതെല്ലാം വഴിയെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഇനിയും തുടർന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് തരണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പള്ളിയിൽ നിന്ന് വരുന്ന പ്രദക്ഷിണം നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പം ചെണ്ടമേളത്തോടും പിന്നെ പള്ളിയിലെ കുട്ടികളെല്ലാം പിന്നെ ബൈക്കിലൊക്കെ ആയിട്ടും എല്ലാം പ്രദക്ഷിണത്തിന് മുന്നിലായിട്ട് പോകുന്നുണ്ട്. ഇതിന് പുറകിലായിട്ടാണ് രൂപം എഴുന്നള്ളിച്ച് വരുന്നത് തന്നെ. വിശുദ്ധൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് രൂപം അലങ്കരിച്ച് കൊണ്ടുവരുന്നത് തന്നെ. നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നൊരു നിമിഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വണ്ടിയിലാണ് രൂപം എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് തന്നെ. രണ്ടാമത്തെ വണ്ടിയിലാണ് വൈദികരൊക്കെ ഉള്ളത്. അപ്പം വൈദികൻ നമുക്ക് വേണ്ടി ആനവെള്ളമൊക്കെ നമ്മളെ തളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം സാറാക്കുട്ടിയൊക്കെ വലിയ ഹാപ്പി ആയിട്ടായി നിന്നത് കേട്ടോ. അപ്പോൾ അച്ഛനും നമ്മളെ കാണാനും ഒക്കെ പറ്റുന്ന ഒരിതിലാണ് വണ്ടിയൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ ഈ പ്രദക്ഷിണം തിരിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മാതാവിൻ്റെ രൂപമൊക്കെ നമുക്കവിടെ അലങ്കരിച്ച് വെക്കണം. അപ്പോഴത്തേക്കിന് ഞങ്ങൾ തിരിച്ച് വരാറായപ്പോഴത്തേന് മാതാവിൻ്റെ രൂപമൊക്കെ നമ്മൾ ജസ്റ്റ് അലങ്കരിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ
കുടുംബ കൂട്ടായ്മയുടെ രീതിയിൽ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കടയുടെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ മാതാവിൻ്റെ രൂപമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷമാണ് കേട്ടോ. ഒരിക്കൽ പോലും നമ്മൾ കരുതിയില്ല ഇപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുമെന്നൊന്നും കരുതിയതല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ അടുത്ത് വന്നപ്പം തന്നെ ഒരുപാട് പടക്കവും അങ്ങനെ പൂത്തിരിയും അങ്ങനെയെല്ലാം കത്തിച്ച് ഭയങ്കര സ്വീകരണമൊക്കെ ആയിരുന്നു. നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ സ്വീകരണമൊക്കെ വലിയ രീതിയിൽ സ്വീകരണങ്ങളെല്ലാം നടന്നു. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ, വിശുദ്ധ തോമസ് ശ്ലീഹായുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ തുടർന്നും നമ്മുടെ വീഡിയോസിലെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നാളെയാണ് നമ്മുടെ പള്ളിയിലെ പ്രധാന തിരുനാൾ. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയോടുകൂടി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഓക്കെ, ബൈ.